നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു ഖബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ആ ഖബറിൻ്റെ ചുറ്റും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. നബിൻ്റെ കണ്ണീരുകൊണ്ട് അവിടുത്തെ മണ്ണ് നനഞ്ഞു എന്നാണ് സഹാബിമാർ പറഞ്ഞത്. എന്നിട്ട് കൂടെ നിൽക്കുന്ന അനുചരന്മാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക. പ്രിയപ്പെട്ടവർ, ആ ഖബറിലേക്ക് ഇനി നമുക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 30, 40, 50, 60 കഴിഞ്ഞവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിന് താഴെയുള്ളവരുണ്ട്. ഈ കഴിഞ്ഞു പോയ വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് തീർന്നു പോയത്. ആ പതിറ്റാണ്ടുകൾ ഇന്നലെ തീർന്നതുപോലെ നമുക്ക് തോന്നുന്നില്ലേ? നമ്മളാരും കണക്ക് കൂട്ടാത്തൊരു നേരത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ച് മടങ്ങേണ്ടി വരും. ഇപ്പോൾ വയനാട് വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ് നൽകട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായത് അള്ളാഹു അവർക്ക് പകരം കൊടുക്കട്ടെ. നമ്മൾ കണ്ട കാഴ്ചകളിൽ ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. മരണത്തെ മുന്നിൽ കണ്ടിട്ട് ഉള്ള ഒരു ഓട്ടമുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും മരണം നമ്മളാരും വിചാരിക്കാത്തൊരു നേരത്തായിരിക്കും നടക്കുക. ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയുന്നു, ഇടയ്ക്കൊക്കെ നമ്മൾ ഖബർസ്ഥാനുകൾ സന്ദർശിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ചെന്ന് കാണണം. ആ ഖബർസ്ഥാനിൽ പോയിട്ട് സലാം പറയണം. നമ്മുടെ ഹൃദയം ലോലമാകും. നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തിന്മകളുടെ പിന്നാലെ ഓടുമ്പോൾ നമുക്കൊരു പേടിയും ബേജാറും ഉണ്ടാകും. അത് ഏത് സമയത്തും ആകാം, ഏത് സമയത്തും നമുക്ക് പോകാമല്ലോ. ഖബർ സന്ദർശിക്കാൻ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. ഒരാൾക്ക് രാത്രിയാണ് പോകാൻ പറ്റിയത്, അയാൾക്ക് രാത്രി പോകാം. പകലാണ് പറ്റിയ സമയം, പകല് പോകാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സഹാബിമാരെ മറവ് ചെയ്തിട്ടുള്ള ബഖീ സന്ദർശിച്ചിട്ടുണ്ട്, പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി സന്ദർശിക്കുന്നതിന് വിലക്കൊന്നുമില്ല, അതിനൊരു സ്പെഷ്യൽ ഡേ ഒന്നുമില്ല. വെള്ളിയാഴ്ച ഖബർ സന്ദർശിക്കുന്നതിന് ഒരു പ്രത്യേകത, പെരുന്നാളിൻ്റെ ദിവസം ഒരു പ്രത്യേകത, അങ്ങനെ ഒന്നുമില്ല. ഒരാൾക്ക് ഒഴിവുള്ളത് വെള്ളിയാഴ്ചയാണ്, അയാൾ വെള്ളിയാഴ്ച പോയിട്ട് ഖബർ സന്ദർശിച്ചു, പ്രശ്നമില്ല. ഒരാൾക്ക് ആകെ ഒഴിവുള്ളത് പെരുന്നാളിൻ്റെ ദിവസമാണ്, മൂപ്പര് പെരുന്നാളിൻ്റെ അന്ന് സന്ദർശിച്ചു, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ പെരുന്നാളിൻ്റെ അന്ന് ഖബർ സന്ദർശിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ഖബർ സന്ദർശനം നടത്തുന്നതിന് പ്രത്യേക കൂലി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് പ്രശ്നമാണ്, അത് വിദഅത്തായിട്ട് മാറും. അപ്പം ഏത് സമയത്തും നമുക്ക് ഖബറുകൾ സന്ദർശിക്കാം. ആരും വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് പോവുക, ആ ഖബർസ്ഥാനിൽ നമ്മൾ നിൽക്കുക, എന്നിട്ട് നമ്മൾ ആലോചിക്കുക അവിടെ കിടക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട്. ഇന്നലെ നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്നവരാണ് അവർ. ഇന്നലെ നമ്മളെപ്പോലെ സ്വപ്നങ്ങളും കിനാവുകളും കണ്ടവരാണവർ. അവർക്ക് GCC നാടുകളിൽ ബിസിനസ് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു, കെട്ടിക്കാൻ പ്രായമായ മക്കളുണ്ടായിരുന്നു, അവർ കണ്ട കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ സ്വപ്നങ്ങളൊക്കെ എവിടെയാണ്? അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ മണിമാളികയിൽ ഇന്ന് വേറൊരാൾ കിടക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവൾ ഇന്ന് മറ്റൊരാളുടെ ജീവിത പങ്കാളിയാണ്. അയാളുടെ സ്വത്തും സമ്പത്തും ഒക്കെ മക്കൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അവരനന്തരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ ഉടുത്ത വിലപിടിപ്പുള്ള കുപ്പായങ്ങൾ ഇന്ന് വേറൊരാൾ ധരിക്കാൻ. അയാളുടെ ഓഫീസിൽ അയാൾക്ക് പകരം പുതിയൊരു സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറിയിൽ വീണ്ടും സന്തോഷങ്ങളും കളിയും ചിരിയും തമാശയും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാൻ. ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ്. ഖബറുകൾ നമ്മൾ സന്ദർശിക്കണം, നമ്മുടെ ഹൃദയം ലോലമാകാൻ, ആഖിറത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മ വരാൻ, മരണത്തെ പറ്റിയിട്ട് ചിന്തിക്കുവാൻ. മരണത്തോടു കൂടിയെല്ലാം തീരുമായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷെ ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയതിന് ആഖിറത്തിൽ പകരം ചോദിക്കലുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലേ, ആടിനും പോത്തിനൊന്നും ശരീഅത്തിൻ്റെ നിയമങ്ങളില്ലല്ലോ, അവർക്കിടയിൽ പോലും അള്ളാഹു നീതി നടപ്പിലാക്കും.
അപ്പോൾ ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ പര്യവസാനം നന്നാക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതുപോലെ തവഫനി മുസ്ലിമ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിട്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണമേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. ആ പര്യവസാനം നന്നാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രയത്നിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് പര്യവസാനം നന്നാക്കി തരട്ടെ.